ഗ്ലാസ് വാളിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു സീത. മഞ്ഞു പുതച്ച് കിടക്കുന്ന മലനിരകളും തേയിലത്തോട്ടങ്ങളും എത്ര കണ്ടിട്ട് മതിവരാത്തതുപോലെ കൊതിയോടെ നോക്കി നിന്നു സീത. അപ്പോഴാണ് ആൻഡ്രിക് അവളെ അന്വേഷിച്ച് അവിടേക്ക് വന്നത്. പുറത്തേക്ക് നോക്കി നിൽക്കുന്ന സീതയെ കണ്ടതും അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ അവൻ അവൾക്കരികിലേക്ക് നടന്നു. ഇവിടെ നിൽക്കുമായിരുന്നു, ഞാൻ എവിടെയൊക്കെ തിരിഞ്ഞെന്നറിയാമോ? അവളുടെ അരികിൽ എത്തി നിന്ന് അവൻ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. സീത പതിയെ അവൻ്റെ നേർക്ക് തിരിഞ്ഞു. നേർത്തൊരു പുഞ്ചിരിയും സമ്മാനിച്ച് വീണ്ടും പുറത്തേക്ക് നോക്കി നിന്നു. അത് കാണി വന്നപ്പോൾ ഉള്ള സീതയല്ല, അവളെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. എന്താണ് ഇത്ര ആലോചിക്കുന്നത്? ആൻഡ്രിക് ചോദിച്ചു. എത്ര പെട്ടെന്നാണല്ലേ ഓരോന്നും മാറി മറിഞ്ഞത്. പെയ്തിറങ്ങിയ മഴയിൽ നനഞ്ഞ പൂന്തോട്ടവും അതിലൂടെ ഒഴുകുന്ന ചെറിയ മഴത്തുള്ളികളെയും നോക്കിക്കൊണ്ട് അവൾ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ ആ വാക്കുകളിലൂടെ സീതയ്ക്കിനിയും കഴിഞ്ഞതിൽ നിന്നൊന്നും പൂർണ്ണമായും മുക്തമാവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ആൻഡ്രിക്കിന് വ്യക്തമായി മനസ്സിലായി. ഒന്നും പറയാതെ അവൻ അവളുടെ അരികിൽ തന്നെ നിന്നു. കുറച്ചു നിമിഷങ്ങൾ ഇരുവർക്കുമിടയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. കുറച്ചു കഴിഞ്ഞതും ഒരു ദീർഘശ്വാസം എടുത്ത് ആൻഡ്രിക് സീതയെ ഒന്ന് നോക്കി. ശേഷം അവളുടെ കൈ പതിയെ തൻ്റെ കൈക്കുള്ളിലാക്കി. സീത ഒരു ഞെട്ടലോടെ അവനെ നോക്കി. ഇതുവരെ അവനിൽ കണ്ട ഒരു ഭാവമായിരുന്നില്ല ആ സമയം ആൻഡ്രിക്കിൽ. തനിക്കുണ്ടായ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ ഞാനാണ്. അതിന് ഞാൻ എത്ര വട്ടം ക്ഷമ ചോദിക്കാനും തയ്യാറാണ്. പക്ഷേ ഇനിയും അതൊന്നും മനസ്സിൽ വെച്ച് നീ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. സീത അവനെ തന്നെ ഇമചിമ്മാൻ മറന്നു നോക്കി നിന്നുപോയി. ഇതുവരെ കണ്ട ഗൗരവക്കാരനായ ആൻഡ്രിക്കിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അവൻ. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന കരുതലും സ്നേഹവും കണ്ടപ്പോൾ അവളുടെ മനസ്സിലെ ഭാരം അല്പം കുറഞ്ഞതുപോലെ തോന്നി സീതയ്ക്ക്. തൻ്റെ കാര്യത്തിൽ ആരും കാണിക്കാത്ത കരുതലും സ്നേഹവുമാണ് ആൻഡ്രിക്കിൽ നിന്നും തനിക്ക് കിട്ടുന്നതെന്നോർക്കെ വീണ്ടും അവൻ സീതയുടെ ഉള്ളിൽ കൂടുതൽ ശക്തിയിൽ വേരുറപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണോ ഒന്നും പറയാത്തേ? ഇനിയും എന്നോടുള്ള വെറുപ്പ് മാറിയില്ലേ? അവൻ ചോദിക്കുമ്പോൾ സീത അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. അത് കാണി ഒരു ദീർഘശ്വാസം എടുത്തവൻ പതിയെ അവളുടെ കൈ മോചിപ്പിച്ചു. ഞാൻ താഴെയുണ്ടാവും, താൻ വേഗം റെഡിയായി താഴേക്ക് വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതും പറഞ്ഞവൻ താഴേക്ക് നടന്നു. സീത വേഗം അവളുടെ മുറിയിലേക്ക് ചെന്ന് ഉടുത്തിരുന്ന സാരി മാറ്റി ഒരു സ്ലീവ്ലെസ് വൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടു. അരയ്ക്ക് താഴെയുള്ള ചെമ്പൻ മുടി വെറുതെ അഴിച്ചിട്ടതേ ഉള്ളൂ. വളരെ ലൈറ്റായി ലിപ്സ്റ്റിക് മാത്രം ഇട്ട് മറ്റു ജ്വല്ലേഴ്സ് ഒന്നും ഇടാതെ സീത താഴേക്ക് നടന്നു. അവിടെ സോഫയിൽ ആൻഡ്രിക് അവളെ കാത്തുന്ന പോലെ ഇരിപ്പുണ്ടായിരുന്നു. പടികൾ ഓരോന്നായി ഇറങ്ങി വരുന്ന സീതയെ കാണെ ആൻഡ്രിക് ഇമചിമ്മ മറന്നു നോക്കി നിന്നുപോയി. അത്രയും സുന്ദരിയായിരുന്നു അവൾ ആ വെള്ളയുടുപ്പിൽ. പൊതുവെ വെളുത്തു തൊടുത്തിരുന്ന സീതയുടെ കവിളും മൂക്കും തുമ്പും അവിടെ തണുപ്പിൽ ചുവന്നു തൊടുത്തു പോയിരുന്നു. അതെല്ലാം വല്ലാത്തൊരു കൗതുകത്തോടെയാണ് അവൻ നോക്കിയത്. സീത അവനടുത്തേക്ക് വന്ന് മതിമറന്നു തന്നെ നോക്കി നിൽക്കുന്നവന് നേരെ വിരൽ ഞൊടിച്ചപ്പോഴാണ് ആൻഡ്രിക് സ്വബോധത്തിലേക്ക് വന്നത്. അപ്പോഴാണ് താൻ ഇത്രയും നേരം അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്ന് അവനും ചിന്തിച്ചത്. പോവാം. മുഖത്ത് വിരിഞ്ഞ ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് ആൻഡ്രിക് അല്പം ഗൗരവത്തോടെ പറഞ്ഞു. താൻ എന്ത് മനുഷ്യനാടോ? എന്നെ കണ്ടിട്ട് തനിക്കൊന്നും തോന്നിയില്ലേ? പരിഭവത്തോടെയുള്ള അവളുടെ പറച്ചിൽ കേട്ട് ആൻഡ്രിക് അവളെ അടിമുടിയൊന്ന് നോക്കി. എന്തു തോന്നാൻ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ പുതിയ ഡ്രസ്സ്? ഇപ്പം തനിക്ക് എന്നെ ഒന്നുകൂടി കെട്ടിയാൽ കൊള്ളാമെന്നുണ്ടോ? അയ്യോ വേണ്ടായേ, ഒന്ന് കെട്ടിയതിൻ്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല, അപ്പോഴടുത്തത്. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ അവൾ ചുണ്ട് കൂർപ്പിച്ചവനെ നോക്കി. താൻ ഇപ്പോഴും തേച്ചിട്ട് പോയ പഴയ കാമുകിയെയും സ്വപ്നം കണ്ട് നടന്നു. തന്നെ കൊണ്ട് അതേ പറ്റുള്ളൂ, വേറൊന്നിനും കൊള്ളില്ല. ഡി. അതും പറഞ്ഞ് മുന്നോട്ട് പോകാൻ തുടങ്ങിയ സീതയുടെ കയ്യിൽ പിടിച്ച് ഒറ്റ വലിക്ക് തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു ആൻഡ്രിക്. അവനിൽ നിന്നും അത്തരമൊരു പ്രവൃത്തി പ്രതീക്ഷിക്കാതിരുന്ന സീത ഒരു പിടച്ചിലോടെ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴെല്ലാം അതിനേക്കാൾ ശക്തിയിൽ അവൻ്റെ കൈകൾ അവളിൽ മുറുകിയതേയുള്ളൂ. ഇച്ഛായ. സീത വിറയാർന്ന സ്വരത്തിൽ അവനെ ദയനീയമായി വിളിച്ചു. അടങ്ങി നിൽക്ക് സീത, നിനക്കറിയണ്ടേ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്? അത് പറയുമ്പോൾ അവൻ്റെ സ്വരം വല്ലാതെ നേർത്തു പോയിരുന്നു. സീതയുടെ ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അതേസമയം തൻ്റെ മുഖത്തിനോട് താഴ്ന്നു വരുന്നവനെ കാണി സീത ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. ഇച്ഛായ വേണ്ട,
ഞാൻ വെറുതെ പറഞ്ഞതാ. അപ്പം നിനക്ക് അറിയണ്ടേ? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിക്കുമ്പോൾ അവൾ ഇല്ല എന്ന് വിലങ്ങനെ തലയാട്ടി. അതെന്നാ പറച്ചില്ല സീതമ്മോ? നിനക്ക് ഞാൻ അറിയിച്ചു തരാടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അവളുടെ ഇടുപ്പിലെ പിടിയൊന്ന് മുറുക്കി തന്നിലേക്ക് വലിച്ചടുപ്പിച്ചുകൊണ്ട് ആൻഡ്രിക് പറഞ്ഞതും സീത വിടർന്ന മിഴികളോടെ അവനെ നോക്കി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ആൻഡ്രിക്കിനോട് പറ്റിച്ചേർന്നു നിന്നു. പെട്ടെന്നുണ്ടായ അവളുടെ ആ പ്രവൃത്തിയിൽ ആൻഡ്രിക് ഒന്ന് പകച്ചുപോയി. അതേ പകപ്പോടെ അവൻ അവളെ നോക്കുമ്പോൾ മുഖത്തൊരു നാണമൊക്കെ വരുത്തി വലുതെന്തോ പ്രതീക്ഷിച്ചുള്ള നിൽപ്പാണ്. അത് കാണാതെ ആൻഡ്രിക് അവളുടെ ഇടുപ്പിൽ പിടിച്ചിരുന്ന കൈ പിൻവലിച്ചു. ഇച്ഛായ, നേർത്ത സ്വരത്തിൽ അവൾ വിളിച്ചപ്പോൾ ആൻഡ്രിക് എന്താ എന്ന പോലെ അവളെ നോക്കി. കാര്യമായി പറഞ്ഞതാണോ? എന്ത്? നേരത്തെ പറഞ്ഞില്ലേ അറിയിച്ചു തരാമെന്ന്. അത് മുഖത്ത് വേണ്ടുവോളം നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് അവൾ പറഞ്ഞതും ആൻഡ്രിക് പെട്ടെന്ന് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി. സത്യത്തിൽ ആ നിമിഷം അവനും ആ പെണ്ണിൽ അടിമപ്പെട്ടു പോയിരുന്നു. ഇച്ഛായ, അവൾ ചെനിയെ വിളിച്ചു. മിണ്ടാതെ നടക്കടി, അവൾക്ക് അറിയണം പോലും. നിങ്ങളല്ലേ മനുഷ്യ അറിയിച്ചു തരാമെന്നും പറഞ്ഞ് മനുഷ്യനെ കൊതിപ്പിച്ചേ. ഇപ്പം എനിക്കായ കുറ്റം. ഡി എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ പൊക്കെ. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവൻ. അവനെ നോക്കി പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് നൽകാൻ തുടങ്ങിയ സീതയുടെ കയ്യിൽ മുറുക്കി പിടിച്ച് ആൻഡ്രിക് ഒറ്റ വലിക്ക് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ അവളുടെ ശ്വാസം പോലും ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. ഇപ്രാവശ്യം കളി കാര്യമായോ എന്നൊരു തോന്നൽ വന്നതും മനസ്സിലൂടെ ഒരു മിന്നൽ കടന്നുപോയി. അവൻ്റെ വിരിഞ്ഞ നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവളുടെ ഹൃദയം നിയന്ത്രണം വിട്ടു മിടിക്കാൻ തുടങ്ങി. അവളെ അത്രത്തോളം തന്നിലേക്ക് ചേർത്ത് നിർത്തിയ ആൻഡ്രിക്കിന് അവളുടെ താളം തെറ്റിയ ഹൃദയമിടിപ്പിൻ്റെ താളം വ്യക്തമായി കേൾക്കാമായിരുന്നു. സീത ഒരു പിടപ്പോടെ അവനെ മിഴികൾ ഉയർത്തി നോക്കി. ഇച്ഛായ, വിട്. ശബ്ദമുയർത്തി അവനെ എതിർക്കണമെന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണതയ്ക്ക് മുന്നിൽ അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. മരം കോച്ചുന്ന ആ തണുപ്പിലും ഇരു ശരീരങ്ങളും ചൂടുപിടിക്കാൻ തുടങ്ങി. ഒരു വേള അവൻ്റെ നോട്ടം അവളുടെ പിടിക്കുന്ന മിഴികളിലേക്കും വിറയ്ക്കുന്ന അതരങ്ങളിലേക്കും എത്തി നിന്നതും അവൻ്റെ മനസ്സ് പൂർണ്ണമായും അവനിൽ നിന്നും കൈവിട്ടുപോയിരുന്നു. അതനുസരിച്ച് അവളുടെ ഇടുപ്പിൽ അവൻ്റെ കൈകൾ ഒന്നുകൂടി ശക്തിയിൽ മുറുകി. അവൻ സമ്മാനിച്ച ആ സുഖമുള്ള നോൽ ഒരേങ്ങലോടെ അവൾ അവനെ നോക്കി. ഇച്ഛായ, വിറയാർന്ന സ്വരത്തിൽ സീത വിളിച്ചതും പൊടുന്നനെ അവളുടെ ആദരങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു ആൻഡ്രിക്. സീതയ്ക്കൊന്ന് ചിന്തിക്കാൻ കൂടിയുള്ള അവസരം അവൻ നൽകിയില്ല. സ്വബോധത്തിലേക്ക് വന്ന സീത ഒരു വിറയലോടെ അവനിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ചു. എന്നാൽ അതൊരു പാഴ്ശ്രമം മാത്രമായി പോയി. വീണ്ടും അവൾ അവനെ അടിച്ചും കുത്തിയും ഒക്കെ വേദനിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴൊന്നും അവളുടെ അതരങ്ങൾ മോചിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. മൃദുവായി തുടങ്ങിയ ചുംബനം അതിൻ്റെ തീവ്രത കൈവരിക്കുമ്പോൾ അവൻ്റെ സമീപ്യത്തിൽ അവൾ തളർന്നു പോയിരുന്നു. മിഴികൾ താനെ അടഞ്ഞു തുടങ്ങി. ഒരാശ്രയത്തിനെന്ന പോലെ സീത അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. അവളോട് അത്രയും ചേർന്ന് ആൻഡ്രിക്കിന് അവളുടെ ആലസ്യവും വ്യക്തമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. ചെറിയൊരു കിതപ്പോടെ അവൻ അവളെ നോക്കുമ്പോൾ കണ്ണുകൾ മുറുക്കി അടച്ച് നിൽക്കുന്ന പെണ്ണിനെയാണ് അവൻ കാണുന്നത്. സീത, അവൻ പതിഞ്ഞ സ്വരത്തിൽ അവളെ വിളിച്ചതും അത്രയും നേരം ശ്വാസം അടക്കി പിടിച്ചു നിന്നവൾ ശ്വാസം ആഞ്ഞുവിട്ട് ഒരേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. എന്നാൽ അതേ നിമിഷം തന്നെ അവളുടെ മിഴികളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവൻ്റെ ഷർട്ടിൽ നനവ് പടർത്തിയതറിഞ്ഞ് ഒരു പകപ്പോടെ ആൻഡ്രിക് അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൾ ഒന്നുകൂടി അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി നിന്നതല്ലാതെ ഒരടി പോലും മാറിയില്ല. ആൻഡ്രിക്കിനെന്തോ വല്ലായ്മ തോന്നി. പെട്ടെന്നുണ്ടായ ഒരാവേശത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ആ സമയം അതവൾക്ക് എങ്ങനെ ഉൾക്കൊള്ളാനാവുമെന്ന് പോലും ഓർത്തില്ല. അവൻ്റെ ആ പ്രവൃത്തിയെപ്പറ്റി ഓർത്ത് ആൻഡ്രിക്കിന് അവനോട് തന്നെ ദേഷ്യം തോന്നിപ്പോയി. എന്നാൽ പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോ സംഭവങ്ങളും ആൻഡ്രിക്കിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. നിനച്ചിരിക്കാതെ ആദ്യമായിട്ടൊരു കിസ് കിട്ടിയതിൻ്റെ ഹാങ് ഓവർ ആയിരുന്നു പെണ്ണിൻ്റെ ആ കരച്ചിൽ. അല്പസമയം അവനോട് ചേർന്ന് അങ്ങനെ നിന്നപ്പോൾ തന്നെ അവളിലെ എല്ലാ അസ്വസ്ഥതകളും മാറിയിരുന്നു. അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അവനെ സീത നോക്കി മനോഹരമായെന്ന് പുഞ്ചിരിച്ചപ്പോഴാണ് ആൻഡ്രിക്കിന് മനസ്സമാധാനമായത്. അതുവരെ തീയിൽ ചവിട്ടി നിൽക്കും പോലെയുള്ള പ്രതീതിയായിരുന്നു അവന്. പിന്നീട് അങ്ങോട്ട് അവരവരുടെ മാത്രം ലോകത്തായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം സീതയെ സന്തോഷത്തോടെ കണ്ടതിൽ ആൻഡ്രിക്കിൻ്റെ മനസ്സ് നിറഞ്ഞിരുന്നു. മൂന്നാറിലെ തണുപ്പും കാഴ്ചകളും എല്ലാം അവർ മതിമറന്ന് ആസ്വദിച്ചു.
എങ്കിലും എല്ലാം ആസ്വദിച്ച് ഏലത്തോട്ടിൻ്റെ നടുവിലൂടെ പാറിപ്പറന്നു നടക്കുന്ന സീതയിൽ നിന്നും ചെറിയൊരു അകരം പാലിക്കാനും അവൻ മറന്നില്ല. എല്ലാം കഴിഞ്ഞ് തിരിച്ച് എസ്റ്റേറ്റ് ഹൗസിലെത്തുമ്പോൾ രാത്രി ഇരുട്ടിയിരുന്നു. രാവിലെ തൊട്ടുള്ള നടത്തവും തണുപ്പും എല്ലാം കൂടിയായതും സീത ആകെ ക്ഷീണിച്ചിരുന്നു. അവരവിടെ എത്തുമ്പോൾ അവരെ കാത്തെന്ന പോലെ മുരുകയ്യ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. ആ മുരുകയ്യ, താൻ പോയില്ലായിരുന്നോ? അയാളെ കണ്ടതും ആൻഡ്രിക്ക് ചോദിച്ചു. ഇല്ല സാർ, നിങ്ങൾ വന്നിട്ട് ദാ ഇത് തന്നിട്ട് പോവാമെന്ന് കരുതി. സാർ, മഠത്തിന് വേണ്ടി കനകം സ്പെഷ്യലായി ഉണ്ടാക്കി തന്നുവിട്ടതാ ഇത്. കയ്യിലിരുന്ന ബൗൾ ആൻഡ്രിക്കിന് നേരെ നീട്ടി അയാൾ പറഞ്ഞു. ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. ഇത് മുരുകയ്യ കൊണ്ടുപോയിക്കോ, ഇവിടെ വെച്ചാൽ ഇത് കേടായി പോവുകയുള്ളൂ. ആൻഡ്രിക്ക് ഒരു പുഞ്ചിരിയോടെ അത് നിരസിച്ചു. അപ്പോഴേക്കും അയാളുടെ മുഖം ചെറുതായി ഒന്ന് വാടിയിരുന്നു. സാരമില്ല മുരുകയ്യ, ഞങ്ങൾ ഓൾറെഡി കഴിച്ചത് കൊണ്ടാണ്. പിന്നെ ഒരാഴ്ച ഇവിടെ ഞങ്ങൾ ഉണ്ടല്ലോ, ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ടിറങ്ങാം. അയാളുടെ മുഖത്തെ വാട്ടം കണ്ട് ആൻഡ്രിക്ക് ആശ്വസിപ്പിക്കും പോലെ അയാളോട് പറഞ്ഞു. അത് സാരമില്ല സാർ, രണ്ടാളും ഉറപ്പായും വരണം. എൻ്റെ കനകം നന്നായി പാചകം ചെയ്യും. ആൻഡ്രിക്കിൻ്റെ വാക്കുകൾ നൽകിയ സന്തോഷത്തിൽ നിറഞ്ഞ ചിരിയോടെ മുരുകയ്യ പറഞ്ഞു. എനിക്ക് സാരമുണ്ട് ചേട്ടാ, ഈ പാത്രം എനിക്ക് വേണം. പോവാനായി തുടങ്ങിയ മുരുകയ്യയുടെ കയ്യിലെ ബൗളിൽ പിടുത്തമിട്ടുകൊണ്ട് പറഞ്ഞു സീത. അത് കേട്ട് അയാൾ വിശ്വാസം വരാത്തതുപോലെ ആൻഡ്രിക്കിനെ നോക്കി. സീത, ഇപ്പോൾ തന്നെ ഓവറായിട്ടുണ്ട്, അത് നീ തിരികെ കൊടുത്തേ. അവൻ പറയുമ്പോൾ അവൾ അവനെ നോക്കി പുച്ഛിച്ചു. ചേട്ടൻ്റെ ഭാര്യ ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നയച്ചതല്ലേ, അപ്പോൾ ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടൻ വിട്ടോ, രാവിലെ വരണേ. കനകയ്ക്കയും കുട്ടിക്കോ? പോകുന്ന പോക്കിൽ സീത അയാളെ നോക്കി വിളിച്ചു പറഞ്ഞു. അതിന് മുരുകയ്യ സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് നടന്നു നീങ്ങി. സീത ആ ബൗളുമായി ഡൈനിങ് ടേബിളിലേക്ക് ചെന്നു. ചൂടോടെ ചുട്ടെടുത്ത പൊറോട്ടയും കുരുമുളകിൻ്റെ മണം നിറഞ്ഞ താറാവ് റോസ്റ്റും ഡൈനിങ് ടേബിൾ നിരത്തിവെച്ചു. മസാലയുടെ സുഗന്ധം മുറിയാകെ പരന്നപ്പോൾ സീതയുടെ വീണ്ടും വിശപ്പറിയിച്ചു തുടങ്ങി. പിന്നെ ആൻഡ്രിക്ക് വരുന്നതൊന്നും കാത്തു നിൽക്കാതെ അവൾ കഴിച്ചു തുടങ്ങി. ആൻഡ്രിക്ക് ഡോറൊക്കെ അടച്ച് അകത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച അതായിരുന്നു. അവൻ തെല്ലൊരു അതിശയത്തോടെ അവളെ നോക്കിപ്പോയി. എന്താ ചായ? ആ നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. നിന്റെ കഴുപ്പ് കണ്ട് നോക്കിപ്പോയതാ. കണ്ടാ തോന്നും 10 ദിവസമായി നീ പട്ടിണി കിടക്കുമായിരുന്നു എന്ന്. അത് കേൾക്കെ അവൾ അവനെ നോക്കിയൊന്ന് ചിരിച്ചു കാട്ടി. അതിച്ചായ, ആ ചേട്ടൻ സ്നേഹത്തോടെ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, അതാ ഞാൻ പിന്നെ ഇതൊന്നും വേസ്റ്റ് ആക്കണ്ട എന്ന് കരുതി. പിന്നെ നമ്മുടെ കനകക്കയും കൈപ്പുണ്യം അപാരം തന്നെ. എന്തൊരു ടേസ്റ്റാ. ഒരു കഷ്ണം താറാവിറച്ചി മസാലയിൽ മുക്കി വായിൽ വെക്കുമ്പോൾ വായിൽ വെച്ചുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. അത് കാണി ഒരു പുഞ്ചിരിയോടെ അവൾക്കടുത്തേക്ക് ചെന്ന് അവൾ കഴിക്കാനായി അടുത്തൊരു പീസ് അവളുടെ കയ്യിൽ നിന്നും തന്നെ കടിച്ചെടുത്തു ആൻഡ്രിക്ക്. അവളൊരു ഞെട്ടലോടെ അവനെ ഒന്ന് നോക്കി. ആൻഡ്രിക്ക് അടുത്തേക്ക് വരുമ്പോഴൊക്കെ സീതയ്ക്ക് രാവിലെ നടന്ന കിസ്സിങ് സീനാണ് ഓർമ്മ വന്നത്. ആ ഓർമ്മയിൽ പോലും അവളുടെ ഉള്ളം ഒന്ന് വിറച്ചു. അതിൻ്റെ ഫലമായി അവളുടെ കവിളുകൾ പോലും ചുവന്നുപോയി. എങ്ങനെയുണ്ട് ചായ? മുഖത്ത് വിരിഞ്ഞ നാണം മറച്ചു വെച്ചുകൊണ്ട് അവൾ പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഐ ലൈക്ക് ഇറ്റ്. അവളുടെ വിരലുകൾ ചെറുതായി ഒന്ന് നുകർന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഒരു പിടച്ചിലോടെ അവനിൽ നിന്നും മിഴികൾ മാറ്റി. ആൻഡ്രിക്ക് അവളെ ഒന്ന് നോക്കി ഒരു പുഞ്ചിരിയോടെ പടികൾ കയറി മുകളിലേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കിയിരുന്ന സീതയുടെ ചുണ്ടിൽ അവൾ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു ആ നിമിഷം.